ഫൽഗു കെയർ ഓഫ് കുട്ടിമാമൻ അറ്റ് അയ്യമ്പിള്ളി. A.K. ജോഷി എഴുതിയ ബാലസാഹിത്യകൃതി. മുറ്റമടിക്കാൻ വന്ന വല്യമ്മ പ്രതിഷ്ഠയ്ക്ക് ചുറ്റും പാമ്പിഴഞ്ഞു നടക്കുന്ന പാടുകൾ കണ്ട് ചൂല് നിലത്തിട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ മങ്ങാട്ടച്ചാ, അവിടത്തേക്ക് തരാനുള്ളത് ഇന്ന് തന്നെ തന്നേക്കാമേ, അടിയങ്ങളെ പരീക്ഷിക്കരുതേ. സന്ധ്യയ്ക്ക് മങ്ങാടൻ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ ദീപങ്ങൾ ചിരിച്ചു തെളിഞ്ഞു. കള്ളും കോഴിയിറച്ചിയും അരിവറുത്ത് പൊടിച്ചതും അവല്, മലര്, ശർക്കര, ചെത്തിപ്പൂവ്, തുളസിയില മുതലായവയും നിരന്നിരുന്ന് ചിരിച്ചു. രാത്രി സഖാവിനെ നോക്കി ഊറി ചിരിച്ചുകൊണ്ട് ഫൽഗുവും രതീശൻ ചേട്ടനുമൊക്കെ കോഴിയിറച്ചി കുശിയോടെ തട്ടിവിട്ടു. അത്താഴത്തിന് ശേഷം സഖാവിൻ്റെയും രതീശൻ ചേട്ടൻ്റെയും ചങ്ങാതിമാരോടൊപ്പം സൈക്കിളിൽ ജീവിതത്തിൽ ആദ്യമായി ഫൽഗു സെക്കൻഡ് ഷോ സിനിമ കാണാൻ പോയി. സിനിമ കഴിഞ്ഞ് പൊക്കാളിപ്പാട വരമ്പുകളിലൂടെ തിരിച്ചു വരുമ്പോൾ മുകളിൽ വക്കുപോയ ചന്ദ്രൻ, ക്ഷീണിച്ച നിലാവിൽ കാറ്റ് താരാട്ടുന്ന പൊക്കാളിപ്പാടം, ഇളം തണുപ്പുള്ള രസമുള്ള പാതിര, അമ്മാമ്മയുടെയും കുട്ടിമാമൻ്റെയും ബാബുവിൻ്റെയും അയ്യമ്പിളിയിലെ മറ്റ് കളിക്കൂട്ടുകാരുടെയും എല്ലാം ഓർമ്മയിൽ ചെറിയൊരു നൊമ്പരം. രതീശൻ ചേട്ടനും കൂട്ടുകാരും ആണും പെണ്ണുമായ കുറച്ചു കുട്ടികളും പിറ്റേന്ന് തോട്ടിൽ കുളിച്ച് തിമർക്കുമ്പോൾ ഫൽഗു കൊതി അടക്കാനാവാതെ നോക്കി നിന്നു. നീന്തൽ അറിയില്ലെങ്കിലും അവൻ്റെ നിർബന്ധം സഹിക്കാതെ ഒടുവിൽ വെള്ളത്തിലിറങ്ങാൻ രതീശൻ ചേട്ടൻ സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം, അരയ്ക്കൊപ്പം വെള്ളത്തിൽ നിന്ന് കുളിച്ചോളണം, അതിനപ്പുറത്തേക്ക് കടക്കരുത്. ഫൽഗു തോർത്തെടുത്ത് അരയ്ക്കൊപ്പം വെള്ളത്തിൽ നിൽക്കുമ്പോൾ രതീശൻ ചേട്ടനും കൂട്ടരും ദൂരേക്ക് നീന്തി രസിച്ചു. സമപ്രായക്കാരായ കുട്ടികൾ നീന്തി തിമർക്കുന്നത് കണ്ട് നിൽപ്പുറയ്ക്കാതെ ഫൽഗു മുന്നോട്ട് നടന്നു. നെഞ്ചൊപ്പവും കഴുത്തൊപ്പവും വെള്ളമായപ്പോൾ പെട്ടെന്നവൻ നിലതെറ്റി ഒരു കുഴിയിലേക്ക് വീണു. വെള്ളം കുടിച്ചിട്ട് മുങ്ങിപ്പൊങ്ങുന്ന ഫൽഗുവിനെ ഭാഗ്യവശാൽ ആ വഴി നീന്തിയെത്തിയ രതീശൻ ചേട്ടൻ പൊക്കിയെടുത്ത് കരയ്ക്ക് കയറ്റി. നീ എൻ്റെ കുഞ്ഞിനെ ഇപ്പോൾ കൊലയ്ക്ക് കൊടുത്തേനല്ലോടാ. വീട്ടിൽ വന്നപ്പോൾ രതീശൻ ചേട്ടന് വല്യമ്മയുടെ കയ്യിൽ നിന്ന് ഒരു നല്ല പെട കിട്ടി. അയ്യന്തറയിലെ വീടും തറവാടും കളിപ്പറമ്പിലെ തിമർപ്പുമൊക്കെ ഓർത്ത് ഫൽഗുവിന് കണ്ണ് നിറഞ്ഞൊഴുകി. കരച്ചിൽ നിൽക്കാതായപ്പോൾ വല്യമ്മ പറഞ്ഞു, വൈകിട്ടാട്ടടാ, മോനെ സതീശൻ വീട്ടിൽ കൊണ്ടാക്കും കേട്ടോ. വൈകുന്നേരമായപ്പോൾ ഫൽഗു വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകുവാനുള്ള ചില പൊതികളൊക്കെ കൊടുത്തേൽപ്പിച്ച് വല്യമ്മയും വല്യച്ഛനും കൂടി എന്തോ ആവശ്യത്തിനായി യാത്രയായി. രതീശൻ ചേട്ടനും ഏതോ വഴിക്ക് പോയതോടെ ഫൽഗുവും സതീശൻ ചേട്ടനും മാത്രമായി വീട്ടിൽ. ഫൽഗുവിൻ്റെ മനസ്സ് വീട്ടിലെത്താൻ തുടിക്കുകയായിരുന്നു. സതീശൻ ചേട്ടനാണെങ്കിൽ വരാന്തയിൽ കിടന്ന് രസം പിടിച്ച് വായനയിലും. ഓരോ വട്ടവും ചെന്ന് വിളിക്കുമ്പോൾ സതീശൻ ചേട്ടൻ പറയും, ഈ അധ്യായം കഴിയട്ടടാ ഫൽഗു, നമുക്ക് സൈക്കിളിൽ പായാവടാ. ഫൽഗു കെയർ ഓഫ് കുട്ടിമാമൻ അറ്റ് അയ്യമ്പിള്ളി. A.K. ജോഷി എഴുതിയ ബാലസാഹിത്യകൃതി. വായിച്ചത് പ്രീതി ജോസഫ്.